കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ ഒരുക്ക ദിനത്തിന്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിനോട് അനുരൂപപ്പെടുവാൻ, അവന്റെ കുരിശിന്റെ സ്നേഹത്തിലേക്ക് കുറച്ചുകൂടി അടുത്ത് നിൽക്കാൻ സഭ നമുക്കായി അനുവദിച്ചിരിക്കുന്ന ഈ നോമ്പ് കാലത്തിൽ ഏറ്റവും തീവ്രതയോടെ തീഷ്ണതയോടെ ഒരുങ്ങുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 13-ാമത്തെ വചനം. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഇസ്രായേലിനെ വിളിച്ചിട്ട് ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ അവസ്ഥയെയും അവളെ എങ്ങനെ രൂപപ്പെടുത്തും എന്നതിനെ കുറിച്ച് വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പീഡനം സഹിക്കുന്ന ഇസ്രായേലെ, മനസ്സുറിഞ്ഞു നിൽക്കുന്നവളെ, ആശ്വാസം കിട്ടാത്തവളെ, നിന്നെ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. തകർന്നു പോയതും ഉലഞ്ഞു പോയതും വീണു പോയതുമായതിനെ അവൻ മെനയും റീബിൽഡ് ചെയ്യും, മിനുക്കിയെടുക്കും. എങ്ങനെ? അത് അഞ്ജന കല്ലുകൊണ്ട് നിർമ്മിക്കും, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനം വിട്ടു. വിലയേറിയതും അമൂല്യമായ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്വർഗത്തിന്റെ ദൈവം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ആ രക്ഷാദായകൻ യേശുക്രിസ്തുവിനെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ സ്വർഗീയ അപ്പൻ നമ്മെ വിളിക്കുന്ന ദിനങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. നിന്നോട് കരുണയുള്ള നിന്റെ കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. കുരിശിൽ അവന്റെ രക്ഷ പൂർണ്ണമാണ്, നിത്യമാണ്. അത് അനുദിനം എന്നെ തേടിയെത്തുന്നതാണ്, എന്നെ പിന്തുടരുന്നതാണ്, എന്നെ സ്നേഹത്താൽ നിറയ്ക്കുന്നതാണ്, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരുന്നതാണെന്ന് സ്വർഗം നമ്മോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പ്രകാരം കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, മനുഷ്യൻ എങ്ങനെയാണ് അവിടുത്തെ കരങ്ങളിൽ, എങ്ങനെയായാലാണ് ദൈവം നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുക എന്ന വചനം പറയുക. ജെറമ്യാ പ്രവാചകനെ കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വർഗം പറയുകയാണ്, ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയല്ലേ സൃഷ്ടാവിന്റെ കയ്യിൽ നിങ്ങളെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കയ്യിലെ വഴക്കമുള്ള ഉപകരണമായി, അവൻ ഇഷ്ടമുള്ളതൊക്കെ മെനയാനായി ഞാനും നിങ്ങളും നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന സമർപ്പണത്തിന്റെ ഈ ദിനങ്ങളിൽ കർത്താവിന്റെ മുൻപിലേക്ക് നമ്മെ ചേർത്ത് വെക്കാം. സ്വയം ഒന്ന് പരിശോധിക്കാൻ, സ്വയം ഒന്ന് മാറ്റിയെടുക്കാൻ, ഉള്ളിലേക്കൊന്ന് നോക്കുവാൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, അവന്റെ മുഖമാകുന്ന തിരുവചനമാകുന്ന കുരിശാകുന്ന കണ്ണാടിയിലേക്ക് നോക്കി എന്റെ ജീവിതത്തിന്റെ കുറവുകളും തിരിച്ചറിഞ്ഞു കുറച്ചുകൂടി മനോഹാരിത വരുത്തുവാൻ, കുറവുകളെ പരിഹരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുന്ന ഈ സമയങ്ങളിൽ, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സന്ധ്യയ്ക്ക് 2 കരങ്ങളും ഉയർത്താം. ഈ ധ്യാന ദിവസത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ്, നിന്റെ സ്വർഗത്തിന്റെ ശക്തി ഞങ്ങളെ നയിക്കേണ്ടതിന്, ഞങ്ങളെ രൂപപ്പെടുത്തേണ്ടതിന്, ഞങ്ങളുടെ കൂടെ ആയിരിക്കേണ്ടതിന് കർത്താവെ എല്ലാം തന്നെ ആരാധിക്കുകയാണ്. കർത്താവെ, എല്ലാം സമർപ്പിച്ച് ആരാധിക്കുകയാണ്. കർത്താവെ, വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ കർത്താവെ ഈ ദിവസം വചനത്തിലൂടെ, ആരാധനയിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയുടെ സമയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ, നമുക്ക് ശരിയായ അനുതാപം കിട്ടേണ്ടതിനായി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സ്നേഹാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മനസ്സുകളെ പരിവർത്തനപ്പെടുത്തുവാൻ,
ആഴമായി പ്രാർത്ഥിക്കുവാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവ് നമ്മളെ ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. ഇവിടെ നമ്മൾ കാണുക 3 തലത്തിൽ വന്നു മാറ്റങ്ങളാണ് കാണുക. സ്വർണം, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വർണം, വിലയുള്ള സ്വർണം, അത് മങ്ങിയിരിക്കുന്നു. 2, തങ്കം, സ്വർണത്തേക്കാൾ മറ്റുള്ളതാണ് തങ്കം, ആ തങ്കത്തിനും മാറ്റം വന്നിരിക്കുന്നു. പിന്നെയോ വിശുദ്ധ മന്ദിരം, അതിയായ വിലയുള്ള കല്ലുകൾ കൊണ്ട് പണിതു തീർത്ത വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലകൾ ചിതറിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ആ വിശുദ്ധ മന്ദിരം അത് തകർന്നു കിടക്കുകയാണ്, ചെതറിപ്പോയിരിക്കുന്നു. അപ്പോൾ എവിടെയൊക്കെയോ ഒരു തകർച്ചയുടെ, ഒരു ഓർഡർ ഇല്ലാത്തതിന്റെ, ഒരു കുറവുകളുടെ, ഒരു പുതുമ നഷ്ടപ്പെട്ടതിന്റെ, പഴകിപ്പോയതിന്റെ, ഒരു പ്രൗഢിയില്ലാത്തതിന്റെ ഒരു തലത്തിലേക്ക് നാം ഇവിടെ വചനത്തിലൂടെ കാണുകയാണ്. ഇനി അവിടെ വചനം പറയണം അടുത്തത്: സീയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, സ്വർണപാത്രമായിട്ടിരുന്ന മനുഷ്യ ജീവിതം ഇതാ കുശവന്റെ കരവേലയായ മൺപാത്രം പോലെ ആയി മാറിയിരിക്കുന്നുവെന്നാണ് വിലാപങ്ങളിൽ വചനം പറയുക. വചനം വീണ്ടും പറയാണ്: കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൊട്ടുന്നു. സാധാരണ നടക്കുന്ന പ്രകൃതിയുടെ ഒരു കാര്യം വചനം പറയുകയാണ്. എന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെ പോലെ ക്രൂരമായി, കരുണയില്ല, സ്നേഹമില്ല, ഒന്നും കൊടുക്കാതെ സ്വാർത്ഥപരമായി സ്വന്തം ഇഷ്ടം തേടി ഓടുന്ന, കുഞ്ഞുങ്ങളെ കൊത്തി തിന്നുന്ന ഒട്ടക പക്ഷിയെ പോലെ, മുട്ടയിട്ടിട്ട് അത് കൊത്തി കുടിക്കുന്ന ഒട്ടക പക്ഷിയെ പോലെയായി സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ജനത്തെ കുറിച്ച് വിലപിക്കുന്ന ദൈവസ്വരമാണ് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1, 2, 3 വചനങ്ങളിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, വലിയൊരു തലം. എന്നിട്ട് വീണ്ടും പറയാണ് 8-ാമത്തെ വചനത്തിൽ: ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു, തെരുവീതികൾ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു, അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശോഭ നഷ്ടപ്പെട്ടു പോയ ജീവിതം, കർത്താവിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയ ജീവിതം, ദൈവമക്കളെന്ന് പറയാനാവാത്ത വിധത്തിൽ തിന്മയാൽ ആവരണം ചെയ്യപ്പെട്ടതുപോലെ ജീവിതങ്ങൾ മാറിയിരിക്കുന്നുവെന്നാണ് ഇവിടെ വിലാപങ്ങളിൽ പ്രവാചകൻ പറഞ്ഞു വെക്കുക. അവിടെ അഭിഷേകമില്ല, ഭോജനമില്ല, ആത്മീയ കരുത്തിൽ, ആത്മാവിന് ജീവനില്ല, അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു, അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം ശുഷ്കിച്ച് മരടിച്ചു പോയൊരു തലം. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് ഈ വചനം നമ്മെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇപ്പോൾ എന്റെ ആത്മാവിന്റെ സ്ഥിതി, നിങ്ങൾ മറ്റൊന്നുമല്ല ചിന്തിക്കേണ്ടത്. വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച വന്നതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല. എന്റെ ആത്മാവ്, സ്വർഗത്തിന് വേണ്ടി ഞാൻ ഒരുക്കി കൊണ്ടുവരേണ്ട എന്റെ ആത്മാവിന്റെ സ്ഥിതി ഇപ്പോൾ തേജസ് മങ്ങിയതാണോ, കൃപ കുറഞ്ഞു പോയതാണോ, ആത്മീയ ഭോജനമാകുന്ന വചനവും വിശുദ്ധ കുർബാനയും കിട്ടാതെ അതെല്ലിനോട് ഒട്ടിയിരിക്കുന്ന തൊലി പോലെ സൃഷ്ടിച്ചു പോയോ? പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് ചിന്തിക്കേണ്ട ഒരു തലമാണ്. ആത്മാവിനെ പുഷ്ടിപ്പെടുത്തേണ്ട കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. ബൈബിൾ വായനയിലേക്ക്, ജപമാല പ്രാർത്ഥനകളിലേക്ക്, ധ്യാനത്തിലേക്ക്, ജീവിത ക്രമപ്പെടുത്തലുകളിലേക്ക് ഞാനും നിങ്ങളും മാറേണ്ട സമയം. പൗലോസ് പറയും, ആസക്തികളെ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. പ്രിയപ്പെട്ട മക്കളെ, ഈ നോമ്പുകാലം എന്റെയും നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി വിലയിരുത്തണം. നാം പുറമേ നോക്കിയാൽ പോരാ,
ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കണം. മറ്റുള്ളവരെ അല്ല നോക്കേണ്ടത്, ഉള്ളിലേക്ക് നോക്കണം. നാം എപ്പോഴും മറ്റുള്ളവരെയാണ് നോക്കുക. കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവ് തന്റെ ക്രോധം അഴിച്ചുവിട്ടുന്നു, അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ കൃപയില്ലാതെ വരുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കർത്താവിന്റെ ക്രോധത്തിന് ചിലപ്പോൾ പാത്രീഭൂതരായി മാറാം. ശ്രദ്ധിക്കണം. ആത്മാവിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുണ്ട്. ഇന്നിതാ എന്നെയും നിങ്ങളെയും കർത്താവിന്റെ വചനം ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുക? തിന്മകളെ മാറ്റി നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുമ്പോൾ ഈശോ തന്നെ നമ്മോട് പറയുകയാണ്, ഈശോ എന്താണ്, ഈശോ എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാകണം? ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായി ചിന്തിക്കുവാൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ ഞാനും നിങ്ങളും ഈ സമയം ഒന്ന് കടന്നു പോവുകയാണ്. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ വചനഭാഗം എഴുതുക. അവിടെ 2-ാം അധ്യായത്തിന്റെ ഹെഡിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. അപ്പോൾ നോമ്പ് കാലത്ത് ഞാൻ ധ്യാനിക്കേണ്ടതും അനുകരിക്കേണ്ടതും ജീവിക്കേണ്ടതും ആരുടെ കൂടെ, ആരെയാണ്? തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവൻ പറയുകയാണ്, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവിന്റെ വചനം പറയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കുക, പരിത്യജിക്കലിന്റെ മാതൃക, എന്നിട്ട് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക. സഹനത്തിന്റെ കുരിശ് തോളിലേക്ക് എടുത്തു വെച്ച് കാൽവരിനാഥനെ അനുഗമിക്കാൻ ഈശോ നമ്മോട് പറയുമ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ സ്വയം ശൂന്യനാക്കിയ ക്രിസ്തു. ഇവിടെ നമ്മളില്ല, ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ് 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ, ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ, കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. എന്റെ വചനം പറയാണ്, മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന വ്യക്തിയിൽ എന്തൊക്കെയുണ്ട് പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു ക്രിസ്തുവിലാണ് ആശ്വസിക്കുന്നത് എങ്കിൽ, യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ സ്നേഹം അനുഭവിക്കുന്നത് എങ്കിൽ, യേശു ക്രിസ്തുവിനുള്ള സാന്ത്വനമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ, അവനോടൊരു കൂട്ടായ്മയുണ്ട് എങ്കിൽ, ഇതാണ് ഒരു കാര്യം പറയാം. നമ്മൾ മുമ്പിലേക്കൊരു ചലഞ്ച് ഇട്ടു തരികയാണ്. നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരും ആശ്വാസം കണ്ടെത്തുന്നവരും സാന്ത്വനം അനുഭവിക്കുന്നവരും സ്നേഹം കണ്ടെത്തുന്നവരും കൂട്ടായ്മയിലായിരിക്കുന്നവരും ആണ് എന്ന് പറയുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ നന്മ ചെയ്യുന്നവരാണ്, യേശുവാണ് എനിക്കെല്ലാം എന്ന് പറയുന്നു എങ്കിൽ ഒരു കാര്യം, അതാണ് പൗലോസ് ശ്ലീഹ പറയുക, ഒരേ കാര്യം, ഒറ്റ കാര്യം, യൂണിറ്റി, കോൾ ടു യൂണിറ്റി, ഐക്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മെ വിളിക്കുകയാണ്. എന്തിന്? സെയിം ആറ്റിറ്റ്യൂഡ്, ഒരേ മനോഭാവത്തിൽ, ഒരേ സ്നേഹത്തിൽ, ഒരേ സ്പിരിറ്റിൽ, ഒരേ ലക്ഷ്യത്തോടെ. സഭ വളർന്നത് എവിടെയാണ്? ഒരേ ഐക്യത്തിൽ, ഒരേ മനസ്സിൽ, ഒരേ ഹൃദയത്തിൽ. നമുക്കറിയാം, ഒരു കുടുംബം പോലും, ആ കുടുംബത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കണം. അപ്പന്റെ കുറ്റം അമ്മ നാടുനീളെ പറയുന്നെങ്കിൽ, അമ്മയെ കുറ്റപ്പെടുത്തുന്ന അപ്പനാണുള്ളതെങ്കിൽ, അപ്പനെ അമ്മ ഉൾക്കൊള്ളാത്ത മക്കളാണ് എങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, അധിക നാള് ആ കുടുംബം നിൽക്കില്ല, അത് ചെതറിപ്പോകും, വഴിക്കവരെ ചെതറിക്കിടക്കുന്നതായി മാറും ആ കുടുംബം.
അതാണ് വചനം പറയുക. അപ്പോൾ സഭ വളരണമെങ്കിൽ, സ്നേഹം വളരണമെങ്കിൽ, കത്തോലിക്കനായ ക്രിസ്ത്യാനിയായ നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ, ചുറ്റോട് ചുറ്റുമുള്ള യേശുക്രിസ്തുവിനെ ആരാധിക്കണമെങ്കിൽ, നിന്റെ യേശുവിനെ നിനക്ക് സ്നേഹമുണ്ടെന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ യു ഹാവ് ടു, നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്യണം? കർത്താവിനോട് ഐക്യപ്പെടണം, അവനോട് ചേരണം, യൂണിറ്റിയിൽ കൂടെയുള്ളവരുടെ കൈപിടിക്കണം, അവരുടെ മനോഭാവത്തിലേക്ക് കൂടി ഞാൻ എത്തിച്ചേരണം, അവരെ കൂടി ഞാൻ പരിഗണിക്കണം, അവരെ കൂടി ഞാൻ സ്നേഹിക്കണം. അവരുടെ ദൈവസ്നേഹം, വിശുദ്ധരോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ സ്നേഹിച്ചതുപോലൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ. അതാണ് നമ്മൾ വിശുദ്ധരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദൈവസ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുകയാണ്. ഒരേ കാര്യം ചിന്തിക്കണം, ഒരേ ലക്ഷ്യത്തോടെ, ഒരേ സ്നേഹത്തോടെ. അദ്ദേഹം പറയുകയാണ്, സ്നേഹത്തിൽ വർദ്ധിച്ച് എങ്ങനെയായിരിക്കണം? ഒരേ അഭിപ്രായമുള്ളവരായിട്ട് എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ഭിന്നിക്കപ്പെട്ട അഭിപ്രായമുള്ളവരടുത്ത്, അഭിപ്രായ വ്യത്യാസമുള്ളടത്ത് സ്നേഹമില്ല, സന്തോഷമില്ല, അവിടെ ആനന്ദമില്ല, അവിടെ ഒരുമയില്ല. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് നേരെ വെളുത്ത് ഈ സമയം വരെ ആയിട്ടും ഞാൻ എല്ലാവരോടും സ്നേഹത്തിലായിരുന്നോ? ഐക്യത്തിലായിരുന്നോ? അഭിപ്രായങ്ങളിൽ ഭിന്നതയോടെ, കലഹത്തോടെ ഞാൻ വ്യാപരിച്ചോ? പ്രിയപ്പെട്ടവരെ, ശരിക്കും ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട സമയമാണ്. നോമ്പുകാലത്തിൽ സ്വയം ഒരു പരിശോധനയ്ക്ക് സ്വർഗം വിളിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മ വീണ്ടും പറയാണ്, മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യുമ്പോൾ ഇത് കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ, വിജയിക്കണം, മുന്നിലാകണം, മുന്നിലെത്തണം, അവരെക്കാൾ കൂടുതലായി ഞാൻ അറിയപ്പെടണം. ഇതെല്ലാവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. സാത്താൻ ദൈവമക്കളെ ചെതറിക്കാനായി ഇട്ടുതരുന്ന ഒരു കാര്യമാണ് മാത്സര്യ ബുദ്ധി, കോമ്പറ്റീഷൻ. അതേ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനത്തിലും സ്നേഹത്തിലും നിറയാൻ ആര് മത്സരിക്കുന്നു? അതില്ല. പേരിനും പെരുമയ്ക്കും വേണ്ടി എല്ലാവരും മത്സരിക്കുകയാണ്. ആർക്കും ഒതുങ്ങിക്കൂടാൻ ഇഷ്ടമില്ല, എല്ലാവർക്കും വിഹരിക്കണം, ഒരാൾക്ക് മുകളിലേക്ക്. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നാം കാണുക. എന്നെയും നിങ്ങളുടെയും വ്യക്തി ജീവിതങ്ങളിലേക്ക് ഒന്ന് ചെല്ലണം. എന്നെയും നിങ്ങളെയും ഒന്ന് താഴ്ത്തി കെട്ടുമ്പോ, എന്നെയും നിങ്ങളെയും ഒന്ന് മാറ്റി നിർത്തുമ്പോ ചങ്കിന്റെ ഉള്ളിൽ ഒരു കുരുകുരുപ്പ്, ഒരു വേദനയുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർന്നില്ലല്ലോ. നമ്മൾക്ക് മാത്സര്യ ബുദ്ധിയാണ്, സ്വാർത്ഥപരമായ ചിന്തയാണ്, എന്നിൽ തന്നെ വ്യർത്ഥ അഭിമാനമാണ്. ഒന്നും അഭിമാനിക്കാനില്ല, എന്നിട്ടും എന്നിൽ തന്നെ അഭിമാനിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മൾ ചെയ്തതിനെല്ലാം ഓർത്ത് അല്പനേരം ചുമ്മാ ഇന്ന് ചിന്തിച്ച് അഭിമാനിക്കുന്നുണ്ട് എങ്കിൽ നമ്മളല്ല മക്കളെ, ഞാനല്ല ചെയ്തത്, അത് കർത്താവാണ് ചെയ്തത്. അവനാണ് ചെയ്തത്, അവനാണ് മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. നിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് ഏറ്റുപറയാൻ എവിടെ പറ്റുന്നോ അവിടെ മാത്സര്യബുദ്ധിയില്ല, അവിടെ വ്യർത്ഥാഭിമാനമില്ല, അവിടെ ക്രിസ്തു ജീവിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. വചനം പറയാണ്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതണം. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. വീണ്ടും വചനം പറയാണ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. ഈശോയുടെ മനോഭാവം, ഈശോയുടെ മനോഭാവത്തിലേക്ക് എത്താൻ ഈശോ നമ്മെ വിളിക്കുകയാണ്. പാടാണ് പ്രിയപ്പെട്ടവരെ, പ്രയാസമേറിയ കാര്യമാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവിടേക്ക്, ഈ തലത്തിലേക്ക് ഞാനും നിങ്ങളും എത്തണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, പ്രിയപ്പെട്ടവരെ, എന്താണ് ആ മനോഭാവം? അത് മറ്റൊന്നുമല്ല. ഇവിടെ വചനം പറയാണ്, അവൻ ദൈവത്തിന് രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായ സമാനം നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. കർത്താവിനെ കുറിച്ച് മൊത്തമായി ആരാണ് നമ്മുടെ ഈശോ? ഈ ഒരു ഒറ്റ വചനത്തിൽ അവൻ ഭൂമിയിൽ അവതരിച്ച നിമിഷം തൊട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദൈവവുമായുള്ള സമാനം നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിച്ചില്ല. ദൈവപുത്രൻ
ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സിംഹാസനമിട്ടവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സമാനത വെടിഞ്ഞു. കിട്ടാമായിരുന്നതൊക്കെ നമുക്ക് വേണ്ടി ഈശോ ഉപേക്ഷിച്ചു. ഇന്നോ കിട്ടാമായിരുന്നൊക്കെ പിടിച്ചെടുക്കും. ഇനിയും ഉണ്ടെങ്കിൽ അതും തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മളിൽ എല്ലാവർക്കും ഉള്ളത്. എന്നാൽ കർത്താവ് ചെയ്തത് ഇതാണ്. അവൻ ഉള്ളതെല്ലാം തന്നു, എല്ലാം തന്നു, മുഴുവനായി തന്നു. കൊടുക്കുന്ന ഒരു തലം, സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു തലം. അതാണ് സ്വർഗം നമ്മോട് പറയുക. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം, ശിഷ്യരുടെ പാദം കഴുകാൻ താണിറങ്ങി നിന്നവൻ, ചമ്പട്ടിയെടുക്ക കേൾക്കാൻ വിട്ടുകൊടുത്തവൻ, കുരിശെടുക്കാൻ തയ്യാറായവൻ, താണിറങ്ങി നിന്ന കർത്താവ്. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടവൻ ദൈവമാണ്. അവൻ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. പ്രിയപ്പെട്ട മക്കളെ, മനസ്സിന്റെ താഴ്മ, മനസ്സിന്റെ എളിമ, അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക. മനസ്സിന്റെ താഴ്മയിലേക്ക്, മനസ്സിന്റെ എളിമയിലേക്ക് ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഈശോ അതാണ് കാണിച്ചു തന്നത്. തന്നെ തന്നെ ശൂന്യനാക്കിയ ഒരു ഈശോയെ നമുക്ക് കാണാൻ പറ്റണം മക്കളെ. ഈ നോമ്പുകാലത്ത് ധ്യാന വിഷയമാക്കേണ്ട വചനമാണ് ഫിലിപ്പ് 2-ാം അധ്യായം 6-7 വചനങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായി സമം നിലനിർത്താൻ ഒരു കാര്യമായി പരിഗണിച്ചില്ല. അവൻ സ്വയം അവഗണനയ്ക്ക് വിട്ടുകൊടുത്തു. ശൂന്യനാക്കി. ശൂന്യവൽക്കരണം. കർത്താവേ, മനസ്സിന്റെ താഴ്മയിലേക്ക്, മനസ്സിന്റെ എളിമയിലേക്ക് എന്നെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. അപ്പോൾ സ്വർഗം അവനെ ഉയർത്തി, അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ആകാശത്തിന്റെയും ഭൂമിയുടെയും എല്ലാറ്റിന്റെയും അധിപനായി കർത്താവ് മാറുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും മുട്ടുമടക്കുന്നു. യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയാനും വേണ്ടി. പ്രിയപ്പെട്ട മക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം ശൂന്യവൽക്കരിക്കുന്നു, എത്രമാത്രം താണു നിൽക്കുന്നോ അത്രമാത്രമാണ് ദൈവകൃപ. വിശുദ്ധ ജലദൂത ജീവിതത്തിലുണ്ടല്ലോ, രണ്ടാനമ്മ ഒരുപാട് പീഡിപ്പിക്കും, ഒത്തിരി സങ്കടപ്പെടുത്തും. പരാതിയില്ലാതെ, ഭക്ഷണമില്ലാതെ, ഉണക്ക റൊട്ടി മാത്രം കഴിച്ച് തന്റെ കൂടെയുള്ളവര് നല്ലതൊക്കെ കഴിക്കുമ്പോഴും, സ്വന്തം വീട്ടിലെ സ്വന്തം അനിയത്തി നല്ലത് കഴിക്കുമ്പോഴും എല്ലാറ്റിനും പരാതിയില്ലാതെ ആട്ടിൻ തൊഴുത്തിൽ കടന്നുറങ്ങി ജീവിച്ച വിശുദ്ധ ജലദൂത്, അവളുടെ മരണസമയത്ത് 2 മാലാഖമാര് വന്നു അവളുടെ അടുക്കലേക്ക്. അവളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി അർപ്പിച്ചു കൊടുത്ത ഒരു ജീവിതമാണ് വിശുദ്ധ ജലദൂതിന്റേത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാളുകളിൽ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത് അതാണ്. കർത്താവേ, നിശബ്ദതയുടെ ഒരു കൃപ എനിക്ക് തരണം. ഈ നോമ്പ് കാലം നിശബ്ദതയുടെ കാലഘട്ടമാണ്, മനസ്സിന്റെ താഴ്മയുടെ കാലഘട്ടമാണ്, ശൂന്യവൽക്കരണത്തിന്റെ കാലഘട്ടം. കർത്താവേ, എന്നെ നീ ശൂന്യവൽക്കരിക്കുക. കർത്താവേ, ഫലമുയരട്ടെ മക്കളെ. അനേകർക്ക് ഫലമുണ്ടാകണം നമ്മുടെ ജീവിതം കൊണ്ട്. ഈ നോമ്പ് കാലത്ത് നീ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ, നീ സ്വയം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, അനേകർക്ക് നിന്റെ ജീവിതം കൊണ്ട് ഫലമുണ്ടാവട്ടെ. നിന്റെ കുടുംബത്തിൽ കൃപ നിറയട്ടെ. വ്യക്തമായി സംഭവിക്കും മക്കളെ. ഒരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് അടുക്കും തോറുമാണ് കൃപ നിറയുക. അവന്റെ കുടുംബത്തിൽ കൃപ നിറയുന്നത് ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകുമെന്ന് പറയാറുണ്ട്. അതെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ധരിച്ചിരിക്കുന്ന വ്യർത്ഥ അഭിമാനത്തിന്റെ ചില കൊട്ടകളുണ്ട്. അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട്, അതെല്ലാം മാറ്റിവെച്ച് സ്വയം ശൂന്യവൽക്കരിച്ച് കർത്താവിന്റെ മുൻപിലായിരുന്നാൽ ഈ നോമ്പ് കാലം വലിയ മഹത്വത്തിന്റെ കാലഘട്ടമായി ഈശോ മാറ്റും. ഈശോ നമ്മളെ ഉപയോഗിക്കും മക്കളെ. ഈശോ നമ്മളെ ഉയർത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലം അനുഗ്രഹത്തിന്റെ കാലഘട്ടമായി മാറുവാൻ കർത്താവിന്റെ മുമ്പിലിരിക്കുമ്പോ എവിടെയെങ്കിലുമൊക്കെ മങ്ങിപ്പോയ അവസ്ഥയുണ്ടോ എങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചെടുക്കാൻ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന തേജസ്സുള്ള ആത്മാവോടുകൂടി ഉയർപ്പ് കാലത്തെ വരവേൽക്കാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ, വലിയ അനുഗ്രഹത്തിന്റെ കൃപ, വലിയ ചൈതന്യത്തിന്റെ കൃപ ഈ കൂട്ടായ്മയിലേക്ക് വർഷിക്കണേ അപ്പ. ഈ മക്കളിലേക്ക് നിറയട്ടെ അപ്പ. ഈ നോമ്പുകാലത്തിന്റെ അഭിഷേകം ഓ ഈശോയെ ശരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി.
ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്താം. ദിവ്യകാരുണ്യ നാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ ആത്മാവിന്റെ ചൈതന്യം അത് ശോഭിക്കപ്പെടുന്നതായി മാറുന്ന നിമിഷങ്ങളായി ആരാധനയുടെ സമയം മാറട്ടെ മക്കളെ. ഈശോ നമ്മുടെ താണിറങ്ങി വരട്ടെ. അത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തി ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ പക്കലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഞങ്ങൾ അങ്ങേ ഒന്നു ചേർന്ന് വിളിക്കുകയാണ്. ഈശോയെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അരുളി ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒന്നു ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അബാ പിതാവ് എന്ന് വിളിക്കാൻ ഉതകുന്ന വിധത്തിൽ തിരുപുത്രനോട് ഞങ്ങളെ സ്വർഗത്തോട് ചേർത്ത് പിടിച്ച സ്വർഗപിതാവെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അപ്പാ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തിരുക്കുരിശിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സ്വർഗീയ വഴി കാണിച്ചു തന്ന ഈശോയെ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് കൃപയുടെ വഴിയിലേക്ക് ആത്മാക്കളെ നയിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളിൽ വസിക്കുന്ന, ഞങ്ങൾ ജീവനായി മാറുന്ന സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ സ്നേഹ ചൈതന്യത്താൽ ഈ ആരാധന മണിക്കൂറുകൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കായി കടന്നു വരുന്ന ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാ നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം നരളി ചെയ്ത കർത്താവെ, അവിടുത്തെ വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കർത്താവെ ഈ നിമിഷങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തന്നെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തന്നെ കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തന്നെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവെ, ഈ മണിക്കൂറുകളിൽ ആരാധനയ്ക്കായി എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഇതാ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവെ, അവിടുത്തെ ശക്തി ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാനായി ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാ ജനഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനങ്ങളിൽ കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ തേജസ്സോടെ ഈ നോമ്പിൽ പങ്കുചേരുവാൻ, സ്വർഗത്തോടടുക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം നമുക്ക് ഉയർത്താം. പ്രിയപ്പെട്ട മക്കളെ, നോമ്പിന്റെ 50 ദിവസങ്ങളെ സമർപ്പിക്കാം. മനസ്സും ശരീരവും ആത്മാവും എല്ലാം വിശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനന്ത കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ താണിറങ്ങി വരണമേ, എന്റെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കണമേ, എന്റെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് നന്മയൊന്നുമില്ല കർത്താവേ, അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് നന്മയൊന്നുമില്ല കർത്താവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന,
ആരാധന 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഒരുമിച്ച് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു ആത്മാവ് ദൈവത്തിന്റെ വലിയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമുക്ക് ആഗ്രഹിക്കാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലോകത്തിൽ മുഴുവൻ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നീ ഒരു തകർന്ന വ്യക്തിയായിരിക്കാം, രോഗത്താൽ വലയുന്ന ഒരു വ്യക്തിയായിരിക്കാം, പാപത്താൽ മുറിവേറ്റ ഒരു മകനോ മകളോ ആയിരിക്കാം. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളും, എല്ലാ തടസ്സങ്ങളും, ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റും. അതിനാൽ നമുക്ക് ആഗ്രഹിക്കാം, ഓ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, എൻ്റെ തകർന്ന ജീവിതത്തിലേക്ക്, എൻ്റെ പാപകരമായ അവസ്ഥയിലേക്ക്, എൻ്റെ ശക്തി നശിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഈ വരികളോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആഗ്രഹിച്ചുകൊണ്ട് പാടാം. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും,
എല്ലാ കണ്ണീരിൻ്റെതായ അവസ്ഥകളെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയാം. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും, നിന്റെ തകർന്ന ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയാ എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയാ എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശക്തിയോടെ പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. ആത്മാവാം ദൈവമേ വരണേ. ആഗ്രഹിച്ചുകൊണ്ട് പാടാം നമുക്ക്. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ചേർന്ന് പാടുന്നു. ആത്മാവാം ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ വേണ്ടി ആഗ്രഹിക്കുന്നോ അത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ നൽകും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ എല്ലാ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ കണ്ണീരിൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ പാപത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വാഗ്ദാനമേ, ഞങ്ങളെ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ, പുതിയ നവചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ, പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. പരിശുദ്ധാത്മാവേ,
ഞങ്ങൾ ദാഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അരന്റെ വെളിച്ചത്തിൽ എന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു കർത്താവേ. എന്റെ നല്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നീ കാണുകയാണല്ലോ കർത്താവേ, എല്ലാം നീ അറിയുകയാണല്ലോ. ഈ നോമ്പുകാലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ വചനത്തിൽ വീണ്ടും പറയുകയാണ്, സങ്കീർത്തനം 112:2, അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അവൻ അനുഗ്രഹീതമാകും, അവന്റെ ഭവന സമ്പൽ സമൃദ്ധമാകും, പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും, അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഓ കർത്താവേ, പ്രിയപ്പെട്ട മക്കളെ, ദൈവഭക്തനെ പോലെ ദൃഢചിത്തമായ ഹൃദയത്തോടെ അചഞ്ചലമായ ആത്മാവോടെ മനസ്സോടെ കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവെ, അങ്ങയുടെ ദാസരിത അങ്ങയെ സ്തുതിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം. ശൂന്യവൽക്കരണത്തിലൂടെ, കുരിശിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൃപയൊഴുക്കിക്കൊണ്ടിരിക്കുന്ന കരുണാവാരിധിയായ കർത്താവെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങ് ആരാധിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ എന്റെ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെല്ലാം അർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കാത്തതാണ് കർത്താവെ നടന്നുകൊണ്ടിരിക്കുക. എന്റെ തമ്പുരാനെ, അങ്ങയുടെ ഹിതത്തോട് ചേർന്നിരിക്കാൻ ഗെത്സമനിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തമുയർത്ത് പ്രാർത്ഥിച്ച നിന്നെ കണ്ട് കാൽവരിയിലേക്ക് ഈ നാളുകളിൽ യാത്ര ചെയ്യേണ്ടതിന് കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കുരിശിലെ ഈശോ, കുരിശിന്റെ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കുവാൻ നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാം. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണല്ലോ കർത്താവേ മഹത്വം ഉണ്ടാകേണ്ടത്. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. എന്റെ കർത്താവേ, അവിടുന്ന് ഈ സമയം അങ്ങയോട് ചേർന്ന് മറ്റുള്ളവരെ വലിയവരായി കാണുവാനൊരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. എന്റെ തമ്പുരാനെ, ശാന്തമായ മനസ്സോടെ, ശാന്തമായ ഹൃദയത്തോടെ, വിശുദ്ധിയോടെ, പരിശുദ്ധിയോടെ കർത്താവേ നിന്റെ മുൻപിൽ വ്യാപരിക്കുവാൻ, ഈ ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്റെ മുമ്പിൽ വ്യാപരിക്കാൻ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ കുരിശിനോട് ജീവിതം ചേർത്ത് വെക്കാം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് അവന്റെ ശരീരത്തോട് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കാം. നമ്മുടെ ആത്മാക്കളെ നമുക്ക് ചേർത്ത് വെക്കാം. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ കുരിശിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് നിറയട്ടെ, ഈ വ്യക്തികളിലേക്ക് നിറയട്ടെ, ഈ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. ഈ നോമ്പുകാലം കുരിശിന്റെ സംരക്ഷണത്തിൽ വ്യാപരിക്കാൻ കൃപ കൊടുക്കണേ അപ്പ. തങ്ങളെ തന്നെ മറക്കാൻ സ്വയം ബലിയായി തീരാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ക്രൂശിതനാഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കണ്ടാലോ ആൾ അറിയുകയില്ല. കർത്താവിന്റെ തകർക്കപ്പെട്ട ശരീരത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. ഓ കർത്താവേ, സ്നേഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാം കാണും നമ്മുടെ കർത്താവ്, കുരിശിലെ നമ്മുടെ തമ്പുരാൻ. അവന്റെ തിരുമുഖത്തേക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഉറ്റുനോക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ദുഃഖങ്ങൾ ചുമക്കുന്ന നമ്മുടെ കർത്താവ്, ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. കർത്താവിന് തകർക്കപ്പെടുന്ന ശരീരം, മുറിവേൽപ്പിക്കപ്പെടുന്ന ശരീരം, നിന്ദിക്കപ്പെടുന്ന അവന്റെ അവസ്ഥകളെല്ലാം കാണുകയാണ്.
അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ കരുണയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. എന്റെ കർത്താവെ, തകർക്കപ്പെടുന്ന അങ്ങയുടെ ശരീരത്തിലേക്കും അങ്ങയുടെ രക്തം ഉയർത്ത തിരുമുഖത്തേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഇത് അർപ്പിക്കുന്നു. ഈശോയെ, വലിയ കരുണ കാണിക്കണേ അപ്പ. നിന്റെ മക്കളുടെ എല്ലാ വേദനകളിലേക്കും കർത്താവെ, ക്രൂശിക്കപ്പെട്ട നാഥ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകൾ എത്രയാണ് ഓർക്കും മക്കളെ. നമ്മുടെ സങ്കടങ്ങൾ അവന്റെ കുരിശിൻ ചുവട്ടിലേക്ക് എടുത്തു വെക്കും. കടന്നു പോകാം ഈ വചനങ്ങളിലൂടെ ഈശോയുടെ കൂടെ. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനം പറ്റി ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. ഈശോയെ, അവൻ നിശബ്ദനായിരുന്നു. ദൈവഹിതത്തിന് മുമ്പിൽ കീഴടങ്ങി നിശബ്ദനായിരുന്ന കർത്താവെ, ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായിരിക്കുവാൻ, പരാതിപ്പെടാതിരിക്കാൻ കൃപ തരണയപ്പ. കർത്താവിന്റെ ഹിതമായിരുന്നു അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സഹനങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഇതിലൂടെ കൃപ കിട്ടുവാൻ, തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് ഞാനും നിങ്ങൾ സംതൃപ്തരാകാൻ അവൻ തന്റെ കരങ്ങൾ ആണിയറയ്ക്കപ്പെടാൻ വിട്ടുകൊടുത്തു. അവൻ തന്റെ കാലുകൾ ആണിതറയ്ക്കപ്പെടാൻ വിട്ടുകൊടുത്തു. തന്റെ ഹൃദയം കുന്തത്താൽ തുറക്കപ്പെടാൻ അവൻ തിരുമനസ്സായി. ശിരസിലേക്ക് മുൾമുടികൾ ചേർത്ത് വയ്ക്കാൻ ഈശോ തിരുമനസ്സായി. പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് സ്വന്തമായി ഒന്നുമില്ല. എല്ലാം നമുക്ക് വേണ്ടി നൽകിയ കർത്താവിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. അവൻ നമ്മോട് പറയുകയാണ്, കുരിശിൽ കടന്നുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ എന്ന് കർത്താവ് വിളിക്കുകയാണ്. ഞാൻ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുന്നു. ആ കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പറയുകയാണ്, നിന്നോട് കരുണയുള്ള നിന്റെ കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഓ കർത്താവേ, അവിടുത്തെ അചഞ്ചലമായ സ്നേഹം ഇപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവിടുത്തെ കരുണയിലേക്ക് എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി വിളിച്ച മക്കളെ, യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഈശോ, ആരാധന, 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 ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവെ, എല്ലാം സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ കൂട്ടായ്മയിൽ ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, പാപത്തിന്റെ തലങ്ങളിലേക്ക് കുരിശിന്റെ കരുണ നിറയട്ടെ അപ്പ. ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിലേക്ക് മക്കളെല്ലാം നിറയട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നിറയട്ടെ. ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ വ്യക്തമായി കേൾക്കുവാൻ, വ്യക്തമായി കാണുവാൻ, വ്യക്തമായി അറിയുവാൻ ഓ കർത്താവെ, വലിയ കൃപ നിറയ്ക്കണമേ, വലിയ കൃപ നിറയ്ക്കണമേ കർത്താവെ. നിന്റെ കുരിശിന്റെ യാത്രയെ ധ്യാനിക്കാൻ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. കൈകളടിച്ച കർത്താവിനെ